ഞാൻ ഈ സർജറി എവിടെ ചെയ്തു എന്നുള്ളത് റിവീൽ ചെയ്തില്ല. ഞാൻ 85 kg 62 എത്തിച്ചു. ഞാൻ പറഞ്ഞു തരില്ല, ഞാൻ മാത്രം ഇത് ചെയ്താൽ മതി. ആ ആറ്റിറ്റ്യൂഡിലെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫേസ് പോയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കാരണം അമ്മാതിരിയായി. ICUവിൽ പോയിരിക്കും എന്ന സെൻസ് അവിടെ ഉള്ളിലിരിക്കാൻ ചെയർ അങ്ങനെയൊന്നുമില്ല. ഹലോ, എൻ്റെ സർജറിനെ പറ്റി ഇനിയും ഡീറ്റെയിൽസ് ഒരുപാട് പേർക്ക് അറിയണം എന്നുണ്ട്. എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് തന്നില്ല എന്നൊക്കെ. അതിലൊരു മെസ്സേജിനെ പറ്റി എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഞാൻ തരാം ഇത് കഴിയട്ടെ, ഇത് പറഞ്ഞു കഴിയട്ടെ. മെയിൻ കൺസേൺ ഇതായിരുന്നു, എന്തുകൊണ്ട് ഞാൻ ഈ സർജറി എവിടെ ചെയ്തു എന്നുള്ളത് റിവീൽ ചെയ്തില്ലാന്നേ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഒരുപാട് ലേഡീസിന് ഈ ആഫ്റ്റർ ഡെലിവറി ഡയാസ്റ്റിസിസ് റെക്ടി അല്ലെങ്കിൽ ഹെർണിയ ഡിഷ്യൂസ് ഒക്കെ ഉണ്ടെന്നാ. കുറേ പേര് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഈ കാര്യം ചോദിച്ചേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ട് ഞാൻ റിവീൽ ചെയ്തില്ലാന്ന്. ഞാൻ ആക്ച്വലി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എവിടെ നിന്നും എടുത്തില്ല. എൻ്റെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു എന്നറിയോ? എനിക്ക് പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യണം, ഞാൻ അതിന് വേണ്ടിയാണ് പോയത്. അപ്പോൾ എൻ്റെ പ്രൈമറി തിങ് അതായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പിന്നെ ചിന്തിച്ചത്, എൻ്റെ ഈ ഗ്യാപ്പ് വാസ് ഗെറ്റിംഗ് വേഴ്സൺ ഓരോ മന്ത്സിലും. ഞാൻ ഇവിടെയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്തത്, പിന്നെ ഐ ഡിഡ് ദാറ്റ് ഇൻ രാജഗിരി, പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോയത്. അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ ചോദിച്ചില്ല ഇങ്ങനെ ഒരു സർജറി ഇവിടെ ഉണ്ടോ, ചെയ്യാൻ എത്രയാവും എന്നൊക്കെ. ആ നേരത്തെ അങ്ങനെ തോന്നി, ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ഒപ്പീനിയന് ഞാൻ പോകണമായിരുന്നു. എൻ്റെ ബ്രദേഴ്സൊക്കെ എന്നെ കുറേ വഴക്ക് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ എന്താ അവിടെ എത്തിയപ്പോൾ എനിക്ക് സർജൻസൊക്കെ അടിപൊളിയായി തോന്നി. ഇവിടുത്തെ എൻ്റെ സർജൻ നല്ല സർജൻ ആയിരുന്നു കേട്ടോ. ഐ റിയലി ലൈക്ഡ്. അങ്ങനെ ഞാൻ ചെയ്തു. ഇനി ഇതിൻ്റെ പിന്നാമ്പുറം കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് അവരുടെ സർവീസ് എങ്ങനെയാണ്, പിന്നെ മെയിൻ തിങ് എമൗണ്ട്. അപ്പം എനിക്ക് ഫസ്റ്റ് എനിക്ക് തന്ന ഒരു കൊട്ടേഷൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇത്രയാണ് നിങ്ങളുടെ ഹോൾ സർജിക്കൽ പ്രൊസീജിയറിന് വരുന്നത്, അല്ലെങ്കിൽ ഫുൾ. അത് വാസ് ലൈക്ക് അറൗണ്ട് 3,90,000 അങ്ങനെ എന്തോ 4 പറഞ്ഞു. പിന്നെ അത് പക്ഷേ എൻ്റെ ഈ സർജറിയുടെ സമയത്ത് ഈ സെറ്റ് മാക്സിമം 4 to 6 hours എന്നാണ് പറഞ്ഞു. പക്ഷെ അതൊരു 11 hours ആയി. ഞാൻ പിന്നെ വെന്റിലേറ്ററിലുണ്ടായി, ഞാൻ ICUവിൽ കിടന്നു. റൂം അപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് എൻ്റെ പാരൻസ് നോ പറഞ്ഞു, കാരണം ഞാൻ ICUവിലായിരുന്നല്ലോ. അപ്പോൾ ഇറങ്ങിയിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റൂം അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ദെൻ ദ ഫൈനൽ ബിൽ എത്രയാണെന്ന് അറിയോ? 5,25,000 എന്തോ. പ്ലസ് നമ്മൾ ചെല്ലുമ്പോൾ കുറേ പ്രീ ചെക്കപ്സും അത് ഇതൊക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് ആയി. അപ്പോൾ ബാക്കി ഹോസ്പിറ്റൽസിൽ എത്രയാവും എനിക്ക്, ടു ബി ഫ്രാങ്ക്, എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഈവൺ റിഗാർഡിങ് ദ സർവീസ്, ഞാൻ റൂമിൽ നിന്നപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഫുൾ ഇവിടെ UAE നഴ്സുമാരായിട്ടാണ് കേട്ടോ. ഇവിടുത്തെ നഴ്സുമാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് നാട്ടിലെ നഴ്സുമാരൊക്കെ ഇത്തിരി എറഗൻ്റാണ്. പക്ഷെ ഇങ്ങനെ എറഗൻസ് അതൊന്നുമില്ല, അവരൊക്കെ നല്ല സ്വീറ്റായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് വളരെ പ്രശ്നമായിരുന്നു. 2 കാര്യങ്ങൾ മെയിനായിട്ട്. എൻ്റെ കത്തീഡ്രൽ റിമൂവ് ചെയ്യുന്ന നേരത്തെ, അതായത് നമ്മൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു ട്യൂബ് ഇടുമല്ലോ. അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 5 days ഞാനത് ഇട്ട് കിടക്കും. ഇത് മാറ്റുന്ന നേരത്ത് ഇത്തിരി കെയർഫുൾ ആവാമായിരുന്നു എന്ന് തോന്നി. കാരണം ഞാൻ മുമ്പ് 2 C-section ആയിരുന്നു ഇവിടെ. അപ്പോൾ ഐ ഹാഡ് ദ സെയിം തിങ്. മാറ്റുന്ന നേരത്ത് എനിക്ക് തന്നെ ഫീൽ ചെയ്തു അവിടെ ഒരു 2-3 drops വീണത്. ഓക്കെ, അപ്പോൾ വീണപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, ഒരു ബേണിങ് പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ എൻ്റെ വെജൈനൽ ഏരിയ ഫുൾ ഇങ്ങനെ സ്വെല്ലിങ്ങും ബൾജും പക്കാ ചോറി പിടിച്ച പോലെ. ഓക്കെ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് എൻ്റെ ഡോക്ടർ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫേസ് പോയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കാരണം അമ്മാതിരിയായി. അതും ഞാൻ എപ്പോഴും ക്ലീനാക്കി വെക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, ക്ലെൻലിനെസ്സിൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് അവിടെ ഇങ്ങനെ തൊടുമ്പോൾ ബൾജ് പോലെ, ലൈക്ക് ലേഡീസിന് വേണ്ടി ഞാൻ പറഞ്ഞു തരുവാ, നമുക്ക് ക്ലിറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിലൊരു ക്ലിറ്റ് വാസ് സോ മച്ച് ബൾജ്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പെട്ടെന്ന് ഷോക്കായി. അപ്പോൾ ഇത്തിരി കെയർഫുൾ ആവാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന ദിവസം, ഞാൻ ഫസ്റ്റ് ടൈം എഴുന്നേറ്റ് നിൽക്കും. അപ്പം ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്തിട്ടാണ് നിന്നിരുന്നത്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അന്ന് തന്നെ കുളിപ്പിക്കണമായിരുന്നു. ഒരു കുശുമ്പും പരദൂഷണം പറയുന്ന പോലെ കുളിപ്പിക്കണമായിരുന്നു. കുളിപ്പിക്കാൻ ഇപ്പോൾ ആൾ വരുന്നു പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം എനിക്ക് പിന്നെ തിരിച്ച് ബെഡിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് പെയിൻ ഉണ്ട്. ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നി ഇത്തിരിയും കൂടെ എന്തോ, അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, കുറ്റം എന്നല്ല, ഇത്തിരിയും കൂടെ
ബെറ്റർ ആവാമായിരുന്നു എന്ന് ആ ഒരു സൈഡ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുക ഞാൻ ഇന്ന സ്ഥലത്താണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു 80% ആൾക്കാരും ഞങ്ങൾക്കും ചെയ്യാനാണ് ചേച്ചി അല്ലെങ്കിൽ ആര്യാന്നും പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തോ എന്നിട്ട് പോയാൽ മതി എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ ഞാനായിട്ട് ഗൈഡ് ചെയ്യണ്ട എന്നുള്ളൊരു ഫീലിംഗ് അത്രയേ ഉള്ളൂ കേട്ടോ. അതാ ഞാൻ പറയാത്തത്. പിന്നെ എമൗണ്ടൊക്കെ അറിയാമല്ലോ, അതൊക്കെ മിക്ക ആൾക്കാർക്കും ക്യാഷിൻ്റെ ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എനിക്കറിയില്ല അത് പുറത്തൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഞാൻ നോക്കിയത് അവിടുത്തെ മെയിൻ സർജൻ, അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചത്. ഓക്കെ. പിന്നെ റിഗാർഡിങ് ദ മെസ്സേജ്, എൻ്റെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ പോയി, എൻ്റെ ഇടയിൽ ഒരാൾ മെസ്സേജ് ചെയ്തിരിക്കുക, ആണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ പൊന്നു കുഞ്ഞെ, ഒരു പ്രസവം നിർത്താൻ വേണ്ടിയിട്ട് എന്തിനാ എത്ര പ്രഹസനമെന്നോ അങ്ങനെ, ലൈക്ക് ഹാർട്ടിൻ്റെ സർജറി ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ. എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല എനിക്കറിയാം എൻ്റെ പെയിൻ ടോളറൻസ് ലെവൽ ആക്ച്വലി കൂടുതലാണ്. ഓക്കെ, അത് ഞാൻ മനസ്സിലാക്കിയ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. മെയിൻ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഡെലിവറി. ഓക്കെ, ഡെലിവറി കഴിഞ്ഞു, ഇവൻ പ്രീമി ബേബി ആയിരുന്നു. അപ്പം മോൻ NICU. സോ എനിക്കാണെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസും കുറേ എല്ലാം. ഞാൻ ഒരു 9 മാസം എനിക്ക് ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് എനിക്കപ്പോഴും കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഫ്ലൂയിഡ് കയറ്റി എൻ്റെ ബോഡിയിലേക്കാണ് ഫുൾ കയറിയ, പ്ലസൻ്റയിലേക്കല്ല. ഞാൻ ഇങ്ങനെ വീർത്തിരിക്കുക ബലൂൺ പോലെ, കാല് ഫുൾ നീരും, എനിക്ക് നിൽക്കാനൊന്നും വയ്യ, അത്ര വേദനയുണ്ട്. നഴ്സുമാർ എന്നോട് പറയും പാല് പമ്പ് ചെയ്ത് വെച്ചാൽ മതി ആര്യ, പോയി ഫീഡ് ചെയ്യാൻ നിൽക്കണ്ട, പമ്പ് ചെയ്ത് തന്നോ ഞങ്ങൾ ഫീഡ് ചെയ്തോളാന്ന്. പക്ഷെ നമുക്ക് ആ നേരത്തുള്ളൊരു അമ്മ ഇൻസ്റ്റിങ്സ് ഉണ്ടല്ലോ. ഞാൻ NICU പോയി ഇരിക്കും ഇൻ ദ സെൻസ് അവിടെ ഉള്ളിലിരിക്കാൻ ചെയർ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞ് നമ്മളെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാമല്ലോ, കുഞ്ഞായിരിക്കും NICU. ഡെയിലി പോവും, അവിടെ ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെയർ ഇട്ടിരുന്ന് ഞാൻ അവനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീമാണ്, കാലിങ്ങനെ മന്ത് പിടിച്ച പോലെ. അതെൻ്റെ വ്ളോഗിലുണ്ട്, എൻ്റെ കാലെങ്ങനെയാണെന്നുള്ളത് ആ ഡെലിവറി വ്ളോഗിൽ കാണാം. അതും സ്റ്റിച്ചിന് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ പെയിൻ വേറെ, അങ്ങനെ ഭയങ്കര പെയിൻ ആയിരുന്നു എന്നൊന്നുമല്ല. അപ്പം എനിക്കതൊക്കെ ഓക്കെ, ഞാൻ ടോളറേറ്റ് ചെയ്യും. പക്ഷേ ഇത്തവണ എനിക്ക് 4 ദിവസമാണ് എപ്പിഡ്യൂറൽ ഇട്ട് തന്നെ, സ്പൈനിൽ എപ്പിഡ്യൂറൽ ഇട്ട് ഞാൻ കിടന്നത്. 2 കാത്തീഡ്രൽ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പോരാത്തതിന് ഈ ഇൻഫെക്ഷൻ വേറെ. ഓക്കെ, ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കാല് കൂട്ടി വെക്കാൻ പറ്റുന്നില്ല, അവിടെ അത്രയും സ്വെല്ലിങ്ങാണ്. ഇത് കഴിഞ്ഞ് ആ ദിവസം എനിക്ക് പീരിയഡ്സ് ആയി. അപ്പം മറ്റേ പറയില്ലേ പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഇടിവെറ്റ ആ സ്കീമായിരുന്നു. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഹൊറിബിളായിരുന്നു. അപ്പം എനിക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ആയിരുന്നു. ഓക്കെ, മേ ബി പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ 5-6 ദിവസം നല്ല പോലെ അനുഭവിച്ചിട്ടുണ്ട്. ലൈക്ക് എനിക്ക് അയ്യോ എന്നൊക്കെ തോന്നിയ ഒരു മൊമെൻ്റാണ്. അപ്പം അതിനങ്ങനെ പുച്ഛിക്കല്ലേ. ഓക്കെ, എനിക്കറിയാം സാധാരണ പ്രസവം നിർത്താൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു 5 ദിവസം ഒന്നും പിടിച്ച് കിടത്തുമില്ല. പിന്നെ ഞാനിപ്പോഴും ഒരു ബെൽറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത്. എനിക്കൊരു കംപ്രഷൻ ബെൽറ്റ് ഉണ്ട് ഇതിനുള്ളിലാണ്. പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ എൻ്റെ ബോഡി എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇങ്ങനെയൊക്കെ എൻ്റെ ഷേപ്പ് വരുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇതൊക്കെ റിക്കവർ ആവാൻ സമയമെടുക്കും. അപ്പോഴാണ് പുച്ഛിക്കാൻ വരുന്നത്. എനിക്ക് ശരിക്കാൻ മെസ്സേജ് ഉണ്ട്, ദേഷ്യം വന്നു. അതുപോലെ ഒരു ലേഡി ഇതിന് മുമ്പേ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും തടിച്ചാണല്ലോ, എന്ത് ചെയ്താലും തടിച്ചാണല്ലോ. ഹലോ, ഞാൻ 85 kg 62 എത്തിച്ചു. ഓക്കെ, ഡെലിവറി കഴിഞ്ഞ് 1 year കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കട്ടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് 62 എത്തിച്ച ആളാണ് ഞാൻ. അത് വിട്, അതൊന്നും എനിക്ക് വിഷയമേ ഇല്ല. അപ്പം ഇതാണ് കുറേ പേര് ചോദിച്ചത്. പിന്നെയും ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. എനിക്കിപ്പോൾ എൻ്റെ റിക്കവറി ടൈമാണ്, ഇനിയും ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. 3 months ഒക്കെ ആവും എന്നാണ് പറയുന്നത്. ഞാനിപ്പോഴും ബെൽറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. പഴയ പോലെ എനിക്ക് ഡാൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല, ഇനിയും സമയമെടുക്കും. ഡോക്ടർ പറഞ്ഞത് ഒരു 1.5 months കഴിയുമ്പോൾ ഡു വാട്ട് എവർ യു വോണ്ട് എന്നാ, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒന്നും അല്ലാതെ യു ക്യാൻ ഡാൻസ് എന്നൊക്കെ. പക്ഷേ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഴയ ഞാനായിരുന്നെങ്കിൽ ചാടി ഓടി എല്ലാം ചെയ്തേനെ. പക്ഷേ ദിസ് ടൈം ഐ ഡോണ്ട് വോണ്ട് ടു സഫർ എനി മോർ. ഞാൻ ആ ഒരു ഇതിലാണ് പോകുന്നത്. എല്ലാം പതുക്കെ ശ്രദ്ധിച്ച് ഹെൽത്ത് ഫസ്റ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ വേറെ എന്താ, അപ്പോൾ ഈ ഡയാസ്റ്റിസിസ്, ഹെർണിയ അതൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറോട് പോയി ചോദിക്കുക. എൻ്റെ കേസിൽ ഞാൻ ചെയ്യാനുള്ള കാര്യം എടുത്ത് പറയാം, ഞാൻ ഫുൾ ടൈം ഡാൻസും വർക്കൗട്ട്സാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ വേഴ്സനാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് 2 centimeter എത്രയോ അത് വരെയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്താൽ മതി. പിന്നെന്താ, ഞാൻ അത്രയേ ഉള്ളൂ. ആക്ച്വലി
കുഞ്ഞ് ഉറങ്ങുക, അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ ചെയ്തേ കേട്ടോ. പിന്നെ ഫുഡിൻ്റെ ഡയറ്റിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു, ഞാൻ ഇടാം കേട്ടോ. ഞാനിപ്പോൾ കഴിക്കുന്നതൊക്കെ കറക്റ്റ് ഇടാം. പിന്നെ ഞാനിപ്പോൾ കുറേ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, അതൊക്കെ പതുക്കെ പതുക്കെ ഇടാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ പറഞ്ഞു തരില്ല, ഞാൻ മാത്രം ഇത് ചെയ്താൽ മതി, ആ ആറ്റിറ്റ്യൂഡിലല്ല, ഒരിക്കലും അല്ല. ഞാൻ കാരണം ഇനി നിങ്ങൾക്ക് അത് അമിളിയാവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. വീണ്ടും പറയാം, ഡോക്ടേഴ്സ് അടിപൊളിയായിരുന്നു. ഈ എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്യേ. എറണാകുളത്താണ് ഞാൻ ചെയ്തത്. അവിടെയുള്ള നല്ല ഹോസ്പിറ്റൽസിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊട്ടേഷൻ എടുത്ത് അവിടെ മുമ്പ് ആൾക്കാർ ചെയ്തിട്ടുണ്ടോ, ഓക്കെ ആയിരുന്നോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അതെനിക്ക് നിങ്ങളോടുള്ളൊരു കരുതലാണ്, മനസ്സിലാക്കട്ടാ. ഓക്കെ.